ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവ് ഈ അൾത്താരയുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ എന്നെ കൊണ്ട് നിർത്തിയതിന് ആദ്യമേ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി, ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. എൻ്റെ മകളുടെ ഒരു വലിയ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ 2023 ഉടമ്പടി എടുത്തത്. അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് ഇപ്പോൾ ഉടനെ തന്നെ കിട്ടി. എൻ്റെ മകൾ BSc നേഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾക്ക് വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. അത് സാധിച്ചതിൻ്റെ നന്ദി പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മകളെ കൊണ്ട് പറയിപ്പിക്കാം. എൻ്റെ പേര് അശ്വിനി എന്നാണ്. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 BSc നഴ്സിംഗ് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്നത്. അന്ന് 2022 മുതൽ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. പഠിച്ച ഉടനെ തന്നെ OET പരീക്ഷ എഴുതി. അന്ന് ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ ആൻറ്റി പറഞ്ഞിട്ടാണ്. ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്യുവാനും കാരുണ്യ പ്രവർത്തികളും ഒക്കെ ഞാൻ ചെയ്തു പോന്നിരുന്നു 2022. പിന്നീട് ജോലി കിട്ടി. 2022 എടുത്തതിന് ശേഷം ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം അമ്മയാണ് കറൻ്റ് ഉടമ്പടിയിലുള്ളത്. പക്ഷെ അന്ന് എനിക്ക് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഞാൻ OET എഴുതി. എൻ്റെ ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ എങ്ങനെയാണ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. UK സ്കോറിന് വേണ്ടിയായിരുന്നു പരീക്ഷ എഴുതിയത്. പക്ഷേ UK സ്കോർ കിട്ടിയില്ല. ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ UK റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നിർത്തുകയും അയർലൻഡിലോട്ടും ഒന്നും പോകാനുള്ള റിക്രൂട്ട്മെൻറ്റുകളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പിന്നെ 2 വട്ടം ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ജോലി പഠിച്ചിറങ്ങിയതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലോട്ട് പോയി. അപ്പോഴും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഈ പരീക്ഷ എഴുതുന്ന സമയത്തെല്ലാം ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയുടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയായിരുന്നു. എനിക്ക് ആദ്യത്തെ പരീക്ഷ തന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. പക്ഷേ എനിക്ക് അത് പ്രോസസ്സ് ചെയ്ത് പോകാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ഉടമ്പടിയിൽ വെച്ചതുപോലെ എനിക്ക് സ്കോർ അമ്മ തന്നിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. അപ്പോഴും ഉടമ്പടി ഉപ്പ് കൊണ്ടുപോകുമായിരുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പോഴും തൈലമൊക്കെ തേച്ചിട്ടാണ് പോകുന്നത്. അന്ന് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തിരികളിൽ ഒരുപാട് രൂപങ്ങളും മാതാവിൻ്റെ രൂപങ്ങളും ഹൃദയം പോലെയുള്ള രൂപങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നീട് എനിക്ക് തോന്നി ഈ ജോലി പിന്നെ വിദേശത്തേക്ക് പോകാൻ സാധിക്കില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നിന്നു, പുറത്തോട്ടുള്ള ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ OET സ്കോർ ഞാൻ ഹൈദരാബാദിലോട്ട് ജോലിക്ക് പോയി. പിന്നെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും UK സ്കോറിന് വേണ്ടി ഒന്നുകൂടെ OET എഴുതി. പക്ഷേ എനിക്ക് UK സ്കോർ കിട്ടിയില്ല. പിന്നീട് ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തില്ല. എനിക്കിനി 1 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് പിന്നീട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. 1 വർഷം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് എടുത്ത് വീട്ടിൽ വന്ന് ഞാൻ പഠിച്ചു. തന്നെ ഇരുന്നാണ് പഠിച്ചത്. പിന്നെ കോച്ചിങ്ങിനൊന്നും പോയില്ല. പഠിച്ച് എനിക്ക് അമ്മ ഫുൾ B സ്കോർ തന്നു. അപ്പോഴും ഈ റിക്രൂട്ട്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഞാൻ പല സ്ഥലങ്ങളിലേക്കും കൊടുത്തു നോക്കി. മാൾട്ട ഇതെല്ലാം കൊടുക്കാനായിട്ടൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ വരികയായിരുന്നു. അപ്പോഴും അയർലൻഡ് എന്ന് പറയുന്നൊരു രാജ്യം എനിക്ക് എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. കാര്യം അയർലൻഡ് എന്ന രാജ്യത്തേക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് പോകുവാനെന്ന് നേരത്തെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൈസയും വേണമെന്നുണ്ടായിരുന്നു. നമുക്ക് അത്രയൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടും അയർലൻഡ് എന്നൊരു രാജ്യം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല. ഞാൻ വീണ്ടും ജോലിക്ക് കയറി. അപ്പോൾ ഈ സ്കോർ തീരുവാണല്ലോ എന്നുള്ള അതായത് OET എഴുതിയതിൻ്റെ സ്കോർ തീരുവാണല്ലോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും പ്രോസസ്സിങ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടും എനിക്ക് അപ്പോൾ മനസ്സിൽ തോന്നി അയർലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് തന്നെ പോവാം. ആദ്യം എനിക്ക് അമ്മ മാതാവ് അയർലൻഡ് സ്കോർ തന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, ചിലപ്പോൾ നിനക്ക് മാതാവ് അയർലൻഡിൽ പോവാൻ, ഞാൻ UK സ്കോറിന് വേണ്ടിയായിരുന്നല്ലോ എഴുതിയത്, അപ്പം ചിലപ്പോൾ നിനക്ക് മാതാവ് അയർലൻഡിൽ പോകാനാണെങ്കിലോ വിധിച്ചിരിക്കുന്നത്. അന്ന് അമ്മ തമാശയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അന്നൊന്നും നമ്മളൊന്നും അതിനെപ്പറ്റി വിചാരിച്ചില്ല, ചെയ്തില്ല. പക്ഷേ 2026 ആയപ്പോൾ ഞാൻ അയർലൻഡിന് പ്രോസസ്സ് ചെയ്തു. ഈ പ്രോസസ്സിങ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
ഉണ്ടായപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഉടമ്പടിയിലല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നെല്ലാം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ അച്ഛൻ്റെ ധ്യാനം ആ സമയത്ത് കൂടുമ്പം അതിൽ അച്ഛൻ പറയുന്നായിരുന്നു, അമ്മ മാതാവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൽത്താരയിൽ കയറി നിന്ന് അമ്മയെ മഹത്വപ്പെടുത്താനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്ന്. എനിക്കറിയില്ല, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വാക്ക് കാണാതെ പഠിച്ച പോലെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടാണോ, എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ കയറി നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ ഞാൻ അത് ഇന്നും പ്രാർത്ഥിച്ചു പോകുന്നു. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വചനമായിരുന്നു, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതും ഞാൻ ഇപ്പോഴും എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോഴും ഈ സാക്ഷ്യം പറയാനുള്ള ഒരു ടെൻഷനും എല്ലാം കണ്ടും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു ഇതാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും എന്നും ഉടമ്പടി പ്രാർത്ഥിക്കും. എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ അമ്മയാണ് ഉടമ്പടിയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് ചെയ്യുന്നു. പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകളൊന്നുമില്ല, കംപ്ലീറ്റ്ലി എല്ലാം വളരെ വിരളമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുന്നതും. അതും ഒരു 500 പേരോളം പങ്കെടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. എനിക്കൊരു അവസരം കിട്ടി. അപ്പം ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴെല്ലാം ഞാൻ എൻ്റെ കാശുരൂപം എൻ്റെ മാലയിലുണ്ട്. അതുപോലെ തന്നെ കാശുരൂപവും അമ്മയുടെ കൊന്തയും അന്ന് മുതലേ ഞാൻ ഉപയോഗിക്കുന്ന കൊന്തയും ഞാൻ കൈ പിടിച്ചുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇൻ്റർവ്യൂവിന് കയറിയത്. എനിക്ക് മുന്നേ കയറിയവരൊക്കെ എൻ്റെ കയ്യിലുള്ള കൊന്ത വാങ്ങിയാണ് ഇൻ്റർവ്യൂവിന് കയറി. അവർക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ധൈര്യമായിട്ടിരുന്ന ഇൻ്റർവ്യൂ, ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് സന്തോഷത്തോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒരു ടെൻഷനും ഉണ്ടായില്ല. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായിട്ട് ചിലർ ഈ വർഷങ്ങളായിട്ട് ഇവർ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. പക്ഷേ ഇവർ പറയുന്നത് എല്ലാവരെയും ഒന്നും ഇവരെടുക്കില്ല, വളരെ കുറച്ച് പേരെ എടുക്കുകയുള്ളൂ എന്നാണ്. എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇനി പോകാൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ജനുവരിയിലാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ പ്രോസസ്സിങ്ങും പെട്ടെന്നായിരുന്നു. ഈ കഴിഞ്ഞ മാസത്തോടുകൂടി എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം കഴിഞ്ഞു. ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് എല്ലാ പ്രോസസ്സും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിലെന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് എൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ. അതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. എനിക്കൊന്നും ചെയ്യാൻ അങ്ങനെ അധികം അറിയില്ല, തന്നെ ചെയ്യുവാനും ഒന്നും എനിക്ക് പ്രത്യേകമായി അറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാ പ്രോസസ്സിങ്ങും എനിക്ക് ഒരു മുടക്കവും കൂടാതെ ചെയ്ത് തീർക്കുവാനും കഴിഞ്ഞ മാസത്തോടുകൂടി ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്ക് മിനിഞ്ഞാന്ന് എനിക്ക് വിസ വന്നു. ഞാൻ ഇന്നലെ ടിക്കറ്റ് എടുത്തു. മെയ് 30 ഞാൻ അയർലൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ട് അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി എടുക്കുന്നുണ്ട്. അമ്മയുടെ 7ാമത്തെ ഉടമ്പടിയാണിത്. അപ്പം അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, പണ്ട് മുതലേ ഉള്ള ആഗ്രഹം, ഉടമ്പടിയിലുള്ളൊരു നിയോഗമായിരുന്നു എനിക്കിങ്ങനെ പോകാൻ സാധിക്കണം, പുറത്ത് പോകണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിലുള്ളൊരു നിയോഗം സാധ്യമായതുകൂടിയാണിത്. പിന്നെ അതുപോലെ തന്നെ അമ്മയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ മെയ് 30 പോകുന്നത് അയർലൻഡിലോട്ട്. അപ്പം ഈ ഒരുപാട് നാളത്തെ ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് അമ്മ നടത്തി തന്നിരിക്കുന്നത്. ഞാൻ ടിക്കറ്റും വിസയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നേരത്തെയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ പാസ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് എന്നായിരിക്കും ഇതിലൊരു വിസ അടിച്ച് വരിക. പക്ഷെ അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങ് പ്രാർത്ഥിച്ച് പോകുമായിരുന്നു. ഇപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വിസയുണ്ട്, എൻ്റെ പാസ്പോർട്ടിൽ വിസയുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നും ഞാൻ ഞാൻ അറിയാതെയാണോ എന്നും കാണാതെ പഠിച്ച പോലെ പ്രാർത്ഥിച്ച അമ്മയുടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, അല്ലെങ്കിൽ അമ്മയെ മഹത്വപ്പെടുത്തണം എന്നുള്ളൊരു വാക്ക് അത് സാഫല്യമായതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്ക് അമ്മയ്ക്കും യേശുവിനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും അങ്ങോട്ടും എപ്പോഴും പ്രാർത്ഥനയും ഈ നന്ദിയിലുമായിരിക്കും ഞങ്ങളെപ്പോഴും ജീവിക്കുക. ബാക്കി എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ചെറുതും വലുതുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹം അമ്മ പറയും. എൻ്റെ മകളുടെ ഈ പാസ്പോർട്ടും വിസയായിട്ട് ടിക്കറ്റുമായിട്ട് ഞാനിവിടെ വന്ന് നിന്ന് എൻ്റെ അമ്മ എന്നെ മഹത്വപ്പെടുത്തുന്നത് എനിക്ക് വളരെ വളരെ ഉള്ള സ്വപ്നമായിരുന്നു. അതാണിപ്പോൾ എൻ്റെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ മകളും ഉടമ്പടി എടുത്തിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അമ്മമാരെ ശുശ്രൂഷിക്കാനും അമ്മമാരെ കുളിപ്പിക്കാനും എല്ലാം പോകുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ പോയി ഫുഡ് കൊടുക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പൈസയായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വഴിയിലിരിക്കുന്ന ഭിക്ഷ എടുക്കുന്ന അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഉപവാസം എല്ലാം എടുക്കാറുണ്ട്. കൃത്യമായിട്ട് ഒരെണ്ണം പോലും വിടാതെ അച്ഛൻ്റെ ധ്യാനം എല്ലാം കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ കേൾക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ കേട്ട് തീർക്കും.
അതുപോലെ വെളുപ്പിനുള്ള പ്രാർത്ഥനകളെല്ലാം ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മയ്ക്ക് 80 വയസ്സായ ഒരു അമ്മയാണ്. അതിനൊട്ടും നടക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ കാലയിലൊരു വ്രണം, കുറേ നാളായിട്ട്, ഒരു 3-4 മാസമായിട്ടുള്ള വ്രണമാണ്. അതെന്തോ കടിച്ചതാണ്, വിഷം തീണ്ടിയതാണെന്ന് പറഞ്ഞ് അതിന് ഒരുപാട് ചികിത്സകളൊക്കെ അവർ നടത്തിയതാണ്. ലാസ്റ്റ് മക്കളൊക്കെ മടുത്തു. അതിങ്ങനെ വ്രണമായിട്ട് കാലിങ്ങനെ മന്ദമായിട്ട് ഇരിക്കുമായിരുന്നു, മന്ത് പോലെ വീർത്ത് വ്രണമായിട്ടിരിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയുടെ ഉപ്പും എൻ്റെ അമ്മയുടെ തൈലവും കൊണ്ട് ഞാൻ കൊണ്ടുപോയി ആ അമ്മയുടെ കാലിൽ, ആ വ്രണത്തിൽ ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ച്, കൈ വെച്ച് പ്രാർത്ഥിച്ച്, കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചു. അത് ഒരു 2-3 ദിവസം തേച്ചപ്പോഴത്തേക്കും വാടിത്തുടങ്ങി. ഒരാഴ്ച തേച്ചപ്പോഴത്തേക്കും ആ വ്രണം എവിടെയാണെന്ന് പോലും കാണാതെ അത് മാഞ്ഞു പോയി. അവർക്കെല്ലാം ഭയങ്കര വിശ്വാസമായി. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. സമയമില്ലാത്തതിനാൽ ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിയത്തുള്ളൂ. എൻ്റെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം അറിയത് എൻ്റെ അമ്മ മാത്രമാണ്. എൻ്റെ അമ്മയുടെ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ മകൾ പോകാനായിട്ട് ഒരുപാട് ഈ അയർലൻഡ് സ്കോർ ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. സാമ്പത്തികമായിട്ട് അത്രയ്ക്കൊന്നുമുള്ള ഇതൊന്നുമല്ല ഞങ്ങൾക്ക്. പക്ഷേ എൻ്റെ പിള്ളയ്ക്ക് പോകാനായിട്ടുള്ള ഈ ഒരു അവസരം ഇപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നെ എങ്ങനെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. പൈസയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമയത്തിന്, കറക്റ്റ് സമയത്ത്, ഞങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് എല്ലാം ശരിയാക്കി തന്നു എൻ്റെ അമ്മ. ഈ മാസം 30-ാം തീയതി എൻ്റെ മോള് പോവുകയാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക്, ഈശോയ്ക്ക് 1000 നന്ദി. ഇനിയും ഈ ഉടമ്പടിയിൽ എൻ്റെ ജീവിതാവസാനം വരെ പോകാനാണ് എൻ്റെ ആഗ്രഹം. നന്ദി. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനമാണ്. സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു ഇന്ന് എങ്ങനെ മഹത്വീകരിക്കപ്പെടുന്നു? അതിന് പ്രത്യേകമായിട്ടുള്ള തസ്തികകളോ വ്യക്തികളോ ഒന്നുമില്ല. എല്ലാവർക്കും ഈശോ കർത്താവാണ്, ദൈവമാണ്. അതുകൊണ്ടാണ് അശ്വിനി, അതായത് ഈ മകള് ഇവിടെ പറഞ്ഞു, റോമ 10:9 തിരുവചനങ്ങൾ, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ രക്ഷയെ അറിഞ്ഞ മക്കൾ ഇന്ന് ഒത്തിരി പേരാണ് കൃപാസനത്തിൽ. കൃപാസനം ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടോ തുറന്നു ഇട്ടിരിക്കുന്നതല്ല. ഇത് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ, ആ രക്ഷ ഇവിടെ എല്ലാവരും വന്ന് പ്രാപിക്കണം. അതൊന്നു മാത്രമാണ് കൃപാസനത്തിൽ നടക്കുന്നത്. അതാണ് ഇന്ന് സിനിയും മകളും ഇവിടെ വന്നതെന്ന് പറയുക. ഈ അയർലൻഡ് സ്കോർ അതിനു മുമ്പ് എത്രയോ രാജ്യങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചു. ഒരു ഇൻ്റർവ്യൂ ആകട്ടെ ഒന്നും വരുന്നില്ല. പിന്നീട് ആദ്യമേ അയർലൻഡ് സ്കോർ കിട്ടിയതാണ് അശ്വിനിക്ക്. എന്നാൽ അന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെ പോകണം, മുമ്പോട്ട് പോകണം ഒന്നും അറിയില്ലാതെ അന്ന് അതിനൊന്നും അവർ മുമ്പോട്ട് ഇറങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും അവർക്ക് ആ ഒരു അയർലൻഡ് സ്കോർ തന്നെ ആ മകൾക്ക് ലഭിച്ചു. അതിലൂടെ ഇന്ന് തൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ആദ്യമായിട്ട് ആ മകൾ വിദേശത്തേക്ക് പോവുകയാണ്. ഈ മകളാണ് ആ കുടുംബത്തിൻ്റെ അതായത് ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ. ഇങ്ങനെയാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ഒരു കരയ്ക്കെത്തണം എന്നുള്ള ഒരു ചിന്തയില്ലാത്ത മാതാപിതാക്കൾ ആരും ഉണ്ടാകില്ല. അപ്പോഴതിന് അശ്വിനി കൂടെ ചേർന്നു എന്നുള്ളതാണ്. അശ്വിനി 2022 ഉടമ്പടി എടുത്ത മകളാണ്, 2 പ്രാവശ്യം പുതുക്കിയ മകളാണ്. അന്ന് മുതൽ എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ, അതായത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ മഹത്വപ്പെടുത്തണമേ എന്ന്. അത് ആ മകളുടെ വാക്കുകളിൽ പറഞ്ഞതാണ്. ആ മകൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതൊന്നേ ഉള്ളൂ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ഈ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി ധ്യാനങ്ങളിലൂടെയൊക്കെ നമ്മോട് പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റണമേ
എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ. ഈ ഒരു പ്രാർത്ഥന ആ മകൾക്കുണ്ടായിരുന്നു. അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടൊപ്പം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുക. താനിപ്പോൾ ലിറ്ററലി ഉടമ്പടിയിൽ ഇല്ലെങ്കിലും അമ്മയോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് തൻ്റെ ജീവശ്വാസം പോലെ ഈ മകള് കൊണ്ടു നടക്കുന്നു. അങ്ങനെ തനിക്ക് ഇന്ന് 500 പേരോളം ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ വളരെ കുറച്ച് പേരെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. അതിലൊരു വ്യക്തി താനാണ്. അത് തൻ്റെ കഴിവ് കൊണ്ടല്ല, ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ധൈര്യം കിട്ടി. അമ്മയുടെ സഹായത്താൽ ഈശോ തൻ്റെ കുടുംബത്തെ കടാക്ഷിച്ചു, അനുഗ്രഹിച്ചു. ആ ഒരു കൃപയാണെന്ന് ഇവിടെ വന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് എങ്ങനെയാണ് ഒരു പ്രായമായ അമ്മയ്ക്ക് ഒത്തിരി വയസ്സുള്ളത് കൊണ്ടാണ് കൊണ്ടുവരാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ 3-4 മാസമായിട്ടുള്ള ഒരു വ്രണം ആണ്. ഒത്തിരിയേറെ ചികിത്സകൾ നടത്തി, എന്നാൽ അതൊന്നും ഫലിച്ചില്ല. അവസാനം ഇനി ചികിത്സയെ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അവരിയ്ക്കുമ്പോൾ ഉടമ്പടിയുടെ മക്കൾ ഓടി നടക്കുകയാണ്, തീ പിടിച്ച ആത്മാവ് പോലെ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എവിടെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ ഏറ്റവും ഫലവത്താകുക? സിനിയും ഓടി നടന്നു. സിനി ഈശോയെ അറിഞ്ഞപ്പോൾ മുതൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നടക്കുന്ന മകളാണ്. അങ്ങനെ ആ അമ്മയുടെ മുറിവിൽ ഈ മകള് തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. ഞാൻ രോഗിയായിരുന്നു, ഈശോ അതാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ആ രോഗിയെ പോയി കാണണമെന്നല്ല. ഞാനാണ് രോഗി, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാണ് ഈശോ പറയുക. അതാണ് കാരുണ്യ പ്രവർത്തികൾ. അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവൻ പറയുന്നത് പോലെ ചൊല്ലുകയല്ല. അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത. അങ്ങനെ താൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരുമല്ല, പക്ഷേ ആ വേദന തൻ്റെ വേദനയായി മാറുന്നത് എപ്പോഴാണ്? ഉടമ്പടിയിലൂടെ ഓരോ മക്കളും ഈശോയെ മറ്റുള്ളവരിൽ കാണുമ്പോഴാണ് അത് ചെയ്യാൻ കഴിയുക. അല്ലാതെ ഒരു അത്ഭുതവും ഇവിടെ നടക്കുന്നില്ല. ഈ കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത മക്കൾ അവരുടെ ജീവിതത്തെ മാറ്റുകയാണ്. അവർ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുകയാണ്. ആ ക്രിസ്തുവിനെ കാണുമ്പോൾ അവർക്ക് പലതും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരപ്പോൾ ഉടമ്പടിയുടേതായ ഒരു വിശ്വസ്തമായ ഒരു ജീവിതം തുടങ്ങും, തുടരും, അത് മരണം വരെ. അതാണ് സിനിയും ഇവിടെ പറഞ്ഞത്. ഞാൻ ഇനി ഇതിൽ നിന്ന് പുറകോട്ടില്ല, എൻ്റെ മരണം വരെയും ഞാൻ ഈ ജീവിതത്തിൽ മുമ്പോട്ട് പോകും. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും മെച്ചമായതാണ്. അത് ഒരിക്കലും തരാൻ ഈ ലോകത്തിൽ ആരുമില്ലായിരുന്നു. എൻ്റെ മകൾക്കും ഈ അനുഗ്രഹം കിട്ടുമ്പോൾ അതിനു വേണ്ടിയിട്ട് ആരും ഞങ്ങൾക്കൊരു സപ്പോർട്ടിനില്ലായിരുന്നു. എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാറ്റിലും അമ്മയുടെ ഒരു കരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മക്കൾ ഈ സാക്ഷ്യം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കും. നമുക്കും ഇതേപോലെ വന്ന് നമ്മുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.